ആ CKC ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന്. വക്കീൽ പറയുന്നത് കേട്ടിട്ട് CKC നെഞ്ചുവേദനയുടെ കാര്യം പറഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങുമെന്നാ തോന്നുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. നിയമങ്ങളൊക്കെ വളച്ചൊടിക്കപ്പെടും. ഏത് കൊടും ഭീകരനും നെഞ്ചൊന്ന് പൊത്തിപ്പിടിച്ച് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ പണം ഉണ്ടെങ്കിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. CKC പുറത്തിറങ്ങിയാൽ മതം ഇളകിയതുപോലെ ആയിരിക്കും അയാള്. അതിന് അനുവദിക്കരുത് നിധി. നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനൊരൊറ്റ കാര്യമുള്ളൂ. CKC ജീവനോടെ ആ ആശുപത്രിയിൽ നിന്ന് പുറത്തു വരരുത്. അയാളെ അതിനുള്ളിലിട്ട് തന്നെ തീർക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പോലും തെറ്റാണ് ഗൗതം. CKC നിയമത്തിനെ വളച്ചൊടിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുന്ന ഗൗതം ഈ പറഞ്ഞതും നിയമത്തെ കയ്യിലെടുക്കുന്നതല്ലേ? CKC ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തേക്ക് വരരുത്. അതല്ലേ ഇപ്പൊ ഗൗതമിന്റെ ആവശ്യം? അതിന് നമ്മുടെ നാട്ടിൽ കൃത്യവും വ്യക്തവുമായ നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമം വെച്ച് തന്നെ നമ്മൾ നേരിടും. ഗൗതം ധൈര്യമായിട്ടിരിക്കും. CKC ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല. നിനക്കെന്താടി ഇവിടെ കാര്യം? നിനക്കെന്താടി ഇവിടെ കാര്യം എന്നുള്ള മാഡത്തിന്റെ ചോദ്യം കേട്ട് പെട്ടെന്ന് ഞാനൊന്ന് സംശയിച്ചു പോയി. ഇതിപ്പോ സർക്കാർ ആശുപത്രി അല്ലേന്നൊരു ആശങ്ക. ഇനി അതല്ല, സർക്കാർ ആശുപത്രി മാഡത്തിന്റെ സ്വന്തം പേരിലെങ്ങാനും മേടിച്ചോ? നീ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ഇത് നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ലല്ലോ. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ വരുമെന്ന് മറുപടി തന്ന് എനിക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. വന്നതിന്റെ ഉദ്ദേശം സാക്ഷാൽ ശ്രീമാൻ CKC ഒന്ന് കാണണമെന്ന് തന്നെയായിരുന്നു. എന്തിന്? നീ എന്തിനാ CKC കാണുന്നത്? ICUവിൽ കിടക്കുന്ന മനുഷ്യന്റെ തലയ്ക്കൽ ചെന്ന് നിന്ന് വേഗം സുഖം പ്രാപിക്കണമെന്നും അതിനുവേണ്ടി അറിയാവുന്ന ദൈവങ്ങളോടെല്ലാം മുട്ടിപ്പായിൽ പ്രാർത്ഥിച്ചോളാമെന്നും പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ. അങ്ങേരോട് പറയാനുള്ള 1-2 പഞ്ച് ഡയലോഗുകൾ ബാക്കിയുണ്ടായിരുന്നു. ഇനി ഹൃദയസ്തംഭനത്തോടെ അങ്ങേരെങ്ങാനും തട്ടിപ്പോയാ ആ ഡയലോഗൊക്കെ വേസ്റ്റായി പോവില്ലേ? അതുകൊണ്ടേ ചാവുന്നതിന് മുൻപ് അതൊന്ന് പറഞ്ഞിട്ട് പോവാൻ വേണ്ടി വന്നത്. ഒരു മനുഷ്യൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴും നിന്റെ വായിന്ന് നല്ലതൊന്നും വരില്ലല്ലേ? എന്റെ ജീവൻ എടുക്കാൻ വന്ന ഒരു ശത്രു ആയാലും അയാൾക്കൊരാപത്ത് പറ്റുന്നു കണ്ട ഞാൻ കൊടുക്കുന്ന ഒരു തുള്ളി വെള്ളം കൊണ്ട് അയാളുടെ ജീവൻ രക്ഷിക്കാനാകൂന്ന് എനിക്ക് തോന്നിയ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ ഞാനത് ചെയ്യും. പക്ഷേ ചെയ്ത തെറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് ICUവിൽ കിടക്കുന്നവന് വേണ്ടി അത്തരം ഒരു കരുണയുടെ ആവശ്യമില്ല. അത് അർഹിക്കുന്നുമില്ല. CKC അഭിനയിക്കുകയാണെന്ന് നീ അങ്ങ് ഊഹിച്ച് പറഞ്ഞാ മതിയോ? നീ നോക്കിക്കോ നിധി, ഇതോടെ CKC അങ്ങ് ഒതുങ്ങൂന്ന് കരുതണ്ട നീ. CKCക്ക് വേണ്ടി കോടതിയിൽ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുന്നുണ്ട്. നാളെ തന്നെ CK ചന്ദ്രബോസ് എന്ന നിന്റെ അന്തകൻ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്യും. നിങ്ങൾക്ക് രണ്ടാൾക്കും തന്ത്രങ്ങൾ മെനയാൻ മാത്രമേ അറിയൂ. പക്ഷേ അതിന്റെ എക്സിക്യൂഷനിൽ സംഗതി പാളിപ്പോവും. അഭിനയം അത്ര വശമില്ലല്ലേ? ഇപ്പൊ പറഞ്ഞ ഡയലോഗേ അതിങ്ങനെയല്ല. ആ ഡയലോഗില് ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്ന ICUവിൽ കിടക്കുന്ന മനുഷ്യൻ നാളെ ജാമ്യത്തിൽ ഇറങ്ങുമെന്ന് പറയുമ്പോ തന്നെ കാര്യങ്ങള് പാളിപ്പോയല്ലോ ജ്യോതിർമയി. ഈ ആശുപത്രിയിലെ ഡോക്ടർമാരെ ചിലപ്പോ നിങ്ങൾക്ക് വിലക്കെടുക്കാൻ പറ്റുമായിരിക്കും. കള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി നാളെ കോടതിയിൽ ഹാജരാക്കി ജാമ്യം നേടാമെന്നും കരുതുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. കോടതി ഏകപക്ഷീയമായ വാദങ്ങൾക്കുള്ള ഇടമല്ല. അവിടെ CKCയുടെ ജാമ്യത്തിനെ എതിർക്കാൻ അഡ്വക്കേറ്റ് ലതാദേവി ഉണ്ടാവും. നാളെ എന്റെ വക്കീല് വാദിക്കാൻ പോകുന്നത് CKCയുടെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തന്നെയായിരിക്കും. ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ CKCക്ക് ഒരു വിദഗ്ധ പരിശോധന. അതോടെ തിരശീല വീഴും നിങ്ങളുടെ ഹൃദയസ്തംഭന നാടകത്തിന്.
പണക്കൊഴുപ്പും അധികാരബലവുമുള്ള പല വമ്പന്മാരും പാവം ഹൃദയത്തിനു മേൽ പഴിചാരി ഇതുപോലെ പിൻവാതിലിൽ കൂടി ജാമ്യം നേടി രക്ഷപ്പെടുന്നതുകൊണ്ട് കോടതികളും ഇപ്പൊ ജാഗ്രതയില്ല.